ഈ മനുഷ്യൻ്റെ ക്രൂരതയ്ക്ക് ഒരു പരിധിയില്ല. ഈ വരുന്ന വാർത്ത നിങ്ങൾ ശ്രദ്ധിക്കുക. ശാരീരിക അവശതകളോട് പടവെട്ടി അതിജീവനം നടത്തിക്കൊണ്ടിരുന്ന പാലക്കാട്ടെ അലനല്ലൂർ സ്വദേശി ഷറഫുദ്ദീനെ ഒടുവിൽ ഏതാനും സാമൂഹിക വിരുദ്ധന്മാർ തോൽപ്പിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത് അലനല്ലൂരിൽ നിന്ന്. ഷറഫുദ്ദീൻ്റെ കടയിലെ ബാറ്ററി മോഷ്ടിക്കപ്പെട്ടു. ഈ യുവാവിൻ്റെ ഉപജീവന മാർഗമായിരുന്നു അത്. പക്ഷേ ഈ ബാറ്ററി പോയതോടെ പ്രതിസന്ധിയിലായി ജീവിതം. കഴിഞ്ഞ ദിവസം രാവിലെ കട തുറക്കാൻ എത്തിയപ്പോഴാണ് ബാറ്ററി പെട്ടി മോഷണം പോയ വിവരം ഷറഫുദ്ദീൻ അറിയുന്നത്. തലേ ദിവസത്തെ കച്ചവടത്തിന്റെ മിച്ചം വന്ന പണവും മോഷ്ടാക്കൾ കവർന്നു. 9 വർഷം മുൻപ് ബ്രെയിൻ ട്യൂമർ വന്ന് മരിച്ചു ജീവിച്ച വ്യക്തിയാണ് ഷറഫുദ്ദീൻ. ലൈറ്റിങ് നോക്കിയാനെ അവിടെ ബാറ്ററി കാണില്ല. പിന്നെ താക്കോല് വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ചില്ലറ പൈസ പറയണേലും ഒരു 5-ൻ്റെ കോണിച്ച് 2-ൻ്റെ കോണിച്ച് 1-ൻ്റെ കോണിച്ചുണ്ട്. ഒന്നും കാണാനില്ല. ഏറെ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന ഷറഫുദ്ദീനെ പോലും കൊള്ളയടിച്ച മനസാക്ഷിയില്ലാത്ത മോഷ്ടാവിനെ പിടികൂടിയേ മതിയാകൂവെന്നാണ് നാട്ടുകാരുടെ നിലപാട്. ശരിക്കും നടക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ ഒരു പെട്ടിക്കട വെച്ചിട്ട് അതിൽ നിന്ന് കച്ചവടം ചെയ്തിട്ട് 2 കുട്ടികളുടെ രക്ഷിതാവാണ് അദ്ദേഹം. ആരാണിത് ചെയ്തതെങ്കിൽ ഇത്രയ്ക്കും മനസാക്ഷിയില്ലാത്ത ആ വ്യക്തിയെ സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. രോഗപീഠകൾക്ക് ശേഷം ഉപജീവന മാർഗം എന്ന നിലയിൽ പഞ്ചായത്ത് അധികൃതരും നാട്ടുകാരും സുഹൃത്തുക്കളും ചേർന്നാണ് അലനല്ലൂർ മുണ്ടത്തുപള്ളിക്ക് സമീപം ഷറഫുദ്ദീന് ചെറിയ പെട്ടിക്കട തുടങ്ങി നൽകിയത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 24 പാലക്കാട്.